നമുക്കൊന്ന് കോർ സ്ട്രെങ്ത് വർക്കൗട്ടാണ്. ഫസ്റ്റ് ആബ് റോളറാണ് വരുന്നത്. ആബ് റോളർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുറം ആർച്ച് ചെയ്ത് പിടിക്കുക. ഓക്കെ, എന്നിട്ട് കയ്യും അരും ഒരുമിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുക. എത്ര പോകാൻ പറ്റുമെന്ന് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് അതുപോലെ തിരിച്ചു വരും. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഞെളിഞ്ഞ് പോകരുത്, ബാക്ക് പേ വരെ സാധ്യതകളുണ്ട്. പുറം ആർച്ച് ചെയ്ത് പിടിക്കുക, അങ്ങനെ തന്നെ ഫ്രണ്ടിലേക്ക് പോകണം, തിരിച്ചു വരും. 4 സെറ്റ് കേട്ടോ, 3 to 4 സെറ്റ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് പാൽ ഓഫ് പ്രസ് ആണ്. പാൽ ഓഫ് പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ എൽബോന്നും ഷോൾഡറിന്ന് വരുന്ന ആ ഒരു ഏരിയയിലായിരിക്കണം കേബിൾ വേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ എൻ്റെ താഴെയും വെക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വരണം, അതൊന്നും ശ്രദ്ധിക്കണ്ടോ. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ സെൻറ്ററിലേക്ക് നേരെ പിടിക്കണം, നേരെ നിവർത്തണു, 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യണു, മെല്ലെ പിടിച്ചിറക്കണം. ഇവിടെ ബ്രീത്ത് എടുക്കുന്നത് ഇവിടേക്ക് വരുമ്പോഴാണ്. ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണം, ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യണത് നമുക്ക് ആ വരണ ട്വിസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്യാണ്, റെസിസ്റ്റ് ചെയ്യാണ്. അപ്പോഴാണ് ആ മസിൽസ് ആക്ടിവേറ്റ് ആവുന്നത്. ലംബോ പെൽവിക് എന്ന് പറയുന്ന റീജിയൻ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോർ സ്ട്രെങ്ത് കൂടും, ബാലൻസ് കൂടും, പോസ്റ്ററിന് നല്ലതാണ്, ബാക്ക് പെയിൻ വരെയുള്ള റിസ്ക് കുറയുന്നുണ്ട്. സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യുന്നവർക്കും നല്ല ബെനിഫിറ്റ് ഉള്ളൊരു വർക്കൗട്ട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു 4 സെറ്റ് 12-15 റേഞ്ചിലാണ് ചെയ്യുക. ഒരു മീഡിയം വെയിറ്റഡ്, ഓവർ വെയിറ്റ് അല്ല ഇടുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എടുത്തിട്ട് കോറിന് മാക്സിമം ഫോക്കസ് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, ഇത് അതിന് ബലം കൊടുക്കണില്ല, വെറുതെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുള്ളൂ. സ്പൈന് ന്യൂട്രലായിരിക്കണം കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഓക്കെ, അടുത്ത വർക്കൗട്ട് നമ്മൾ ഫാർമർ വാക്കാണ്. ഫാർമർ വാക്ക് മിക്കവർക്ക് അറിയുന്നെനിക്ക് തോന്നുന്നു, പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല തോന്നുന്നു. അത് കുറച്ച് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ടുള്ള വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് സെറ്റ് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ചെറിയ വെയിറ്റിൽ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ പോകണു, വെയിറ്റ് എടുത്ത് നടക്കണു, അതുപോലെ തിരിച്ച് വന്നു, കൈ സ്വിച്ച് ചെയ്യണു, വെയിറ്റ് സ്വിച്ച് ചെയ്യണു, എന്നിട്ട് അടുത്തേക്ക് പോകണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ 2 സൈഡ് തന്നെയാണ് വർക്ക് ആവണം. നമ്മൾ വീട്ടിലൊക്കെ ബക്കറ്റൊക്കെ എടുത്ത് നടക്കണില്ലേ, അതിൻ്റെ പരിപാടി തന്നെ. അപ്പോൾ എനിക്ക് വെയിറ്റ് ഒരു ചലഞ്ചിങ് വെയിറ്റ് അല്ല, അപ്പോൾ ഞാൻ അടുത്തതിൽ കൂട്ടും. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ചലഞ്ചിങ് ചെയ്യണമെങ്കിൽ നീളമുള്ള ബാർ എടുത്ത് ബാലൻസ് ചെയ്തിട്ട് നടക്കാട്ടോ. ഞാൻ ബാർ എടുത്തിട്ട് കാണിച്ചുതരാം. ഞാൻ അടുത്ത 15 കിലോനാണ്, നമുക്കൊരു 20 എടുത്തോക്കാം. അപ്പോൾ ഞാൻ ബാർ എടുത്തു. കറക്റ്റ് ബാലൻസിൽ പിടിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക, ബാലൻസ് കിട്ടും. ഇതൊക്കെയാണ് എനിക്ക്. തിരിയുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്.
ഓക്കെ, അടുത്ത് ഹൈപ്പർ എക്സ്റ്റൻഷൻ, ലോവർ ബാക്ക് ഫോക്കസ്ഡ്. ലോവർ ബാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആർച്ച് ചെയ്യരുത്. നമുക്ക് സ്ട്രെയിറ്റ് ഏത് വരെ താഴത്തേക്ക് വേണോ അവിടെ നിർത്താം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ബെൻഡ് ആവുകയാണെങ്കിൽ അതിലടിക്കണതിൽ കാര്യമില്ല, നിർത്തും. ഇവിടെ നിർത്തുക. അപ്പം എൻ്റെ ബാക്ക് സ്ട്രൈറ്റ് ആണ്. എനിക്ക് എത്ര പോകാൻ പറ്റും സ്ട്രൈറ്റ് നോക്കുക, ബാക്ക് പോകുക. ഓക്കെ, ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട്. എണ്ണം നോക്കിയില്ല. റോഡ് ബ്രിഡ്ജിന് മിക്കവരും ചെയ്യേണ്ടത് ഇതങ്ങോട്ട് ആർച്ചാക്കും, എന്നിട്ടാണ് പൊക്കണത്. ഞാനിവിടെ നോർമലി ചെയ്യാറുള്ളത് ഈ ബാക്ക് പൊങ്ങി വെക്കണത് മാക്സിമം ഗ്രൗണ്ടിലേക്ക് അടുപ്പിക്കും. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ വരിക. ഇവിടെ നിന്നാണ് ഞാൻ നേരെ പൊക്കണത്. ആ ഒരു രീതിയിൽ അത്ര പൊങ്ങണമല്ലോ എനിക്ക്. ഓക്കെ, അത് ഫൈൻ. പക്ഷെ എനിക്ക് അത്ര ലോഡ് വരുന്നില്ല, ബുദ്ധിമുട്ട് വരുന്നില്ല. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് കൈ വെക്കാൻ നിങ്ങൾക്ക് ഈ അര എവിടെ മുട്ടണം നോക്കുക, നമ്മുടെ പുറം ഭാഗം ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യണ പൊസിഷൻ നോക്കുക, അവിടെ നിന്ന് നേരെ പൊക്കാൻ ശ്രമിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഫോക്കസ് ചെയ്ത് അത് റെഡിയാവും കേട്ടോ. ഓൾറെഡി ഞാൻ മുകളിലെത്തുമ്പോൾ ആർച്ചാവാനുള്ള ടെൻഡൻസി എനിക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത റെപ്പ് അടിക്കുമ്പോൾ പോസ്റ്റർ കറക്റ്റാക്കണം, പൊക്കണം, വീണ്ടും പോസ്റ്റർ കറക്റ്റാക്കണം, അര പൊക്കണം, എന്നിട്ട് അങ്ങനെ തന്നെ പൊക്കാൻ ശ്രമിക്കും മാക്സിമം. അപ്പോൾ ഹാംസ്ട്രിങ് വർക്കാണോ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും, ബാക്കിൽ ഓടാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ,